കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണുന്ന ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം രേവതിയുടെ സച്ചിൻ പഴയ പോലെ അല്ല, ഇപ്പൊ അവര് ഭയങ്കര അടുപ്പത്തിലാണ്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. കാരണം രേവതിക്ക് മിക്കവാറും ആദ്യം കുഞ്ഞു കൊണ്ടാകാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞു പറക്കം ആദ്യം സുധിയുടെ കുഞ്ഞുമതി ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇവര് രണ്ടുപേരെ എങ്ങനെ അകറ്റി നിർത്താം, അതിന് വേണ്ടിയിട്ട് ചന്ദ്രമതി എന്ത് ചെയ്യണം, രേവതിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരുടെ അമ്മയോടും അനിയത്തിയോടൊക്കെ വരാൻ പറയണം. കാരണം ആടിമാസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പറയാനായിട്ട് നേരത്തെ ലക്ഷ്മിയമ്മ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ചന്ദ്രമതി വിട്ടൊന്നുമില്ല. പക്ഷെ ഇത് തന്നെ പറ്റിയ അവസരം. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോക്കട്ടെ, ഒരു മാസം കഴിഞ്ഞാലേ പിന്നീട് വരത്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ ശ്രുതി പ്രഗ്നന്റ് ആയിക്കോളും, പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ചന്ദ്രമതി ലക്ഷ്മിയമ്മനെ വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. അതെ, നിങ്ങൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകണം. ആടിമാസം ഒരു മാസം വീട്ടിൽ നിൽക്കട്ടെ. നിങ്ങളതിന് ക്ഷണിക്കാൻ വന്നപ്പോ അന്ന് ഞാൻ എന്നെ കുറിച്ച് പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറയണം. അതും പാതിരാത്രി വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണേ. പിറ്റേ ദിവസം തന്നെ രേവതിയോട് രാവിലെ കുറെ ദിവസത്തുള്ള ജോലികളൊക്കെ ചെയ്തു വെക്കാൻ പറയാണ്. അപ്പൊ രേവതിക്കൊന്നും മനസ്സിലായില്ല. രേവതി ചോദിച്ചു, അല്ലമ്മേ എന്തിനാ ഇത്രയും ഉഴുന്നും അരി ഇതൊക്കെ ആട്ടി വെക്കുന്നേ? അത് കുറച്ചു ദിവസം കഴിയുമ്പത്തേനും പുളിച്ചു പോയില്ലേ? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചോളാം. എന്താ ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ എന്നുള്ള രീതിയായിരുന്നു രേവതിക്ക്. പക്ഷെ ചന്ദ്രമതി പറഞ്ഞു, അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. അങ്ങനെ ചന്ദ്രമതിയുടെ പ്ലാൻ അനുസരിച്ച് ലക്ഷ്മിയമ്മയും ദേവും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോഴാണ് രേവതിയെ സത്യങ്ങളൊക്കെ അറിയണേ. തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്നുള്ള കാര്യം. രേവതിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തില്. കാരണം വീട്ടിൽ പോയി നിൽക്കുന്ന ഇത്തരം ജോലികൾ ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, സന്തോഷമായിരിക്കും താനും. അങ്ങനെ രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി അങ്ങനെ പതിവ് പോലെ തന്നെ വന്നു കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മേനെ ദേവുനെ കാണുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ചോദിച്ചു, അല്ല എന്താ രണ്ടുപേരും കൂടെ ചോദിക്കുകയാണ്. അങ്ങനെ കുശലം ഒക്കെ ചോദിച്ചതിന് ശേഷം രേവതി പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകാന്ന് പറഞ്ഞ. വീട്ടിൽ പോകാന്ന് കേട്ടതും സച്ചിക്കൊന്നും മനസ്സിലായില്ല. ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ ആടിമാസത്തില് മോള് ഒരു മാസം വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറയാം. ഇത് കേട്ടോ സച്ചിക്ക് അത്ഭുതമായിരുന്നു. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു കൊടുത്തേടാ, ആടിമാസം ഒരു മാസം വീട്ടിൽ മാറി നിൽക്കണം. അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടിൽ പോയി നിൽക്കണം ഭാര്യമാരെന്ന് പറയാം. ആഹാ, അത് ഞാൻ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടമ്മേ. പക്ഷെ അല്ല, സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടാച്ചാ, പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അതെന്താ ആചാരങ്ങളൊക്കെ ഇല്ലേ? അതെ, ആചാരങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. നിന്റെ ഭാര്യ ഒരു മാസം വീട്ടിൽ പോയെന്നോർത്ത് നിനക്ക് എന്താടാ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി പറഞ്ഞു, എനിക്കെന്ത് കുഴപ്പം, എനിക്ക് എന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. എന്നാലും വെച്ചാ എന്തിനായിരിക്കും അങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുക. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടാ ആടിമാസത്തില് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് അവർക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിലേ വേനൽക്കാലം ആകുമ്പത്തേനും അല്ലേ കുഞ്ഞുങ്ങൾ പറക്കണേ. അത് പണ്ടുള്ള കാരണന്മാര് അതുകൊണ്ടാണ് ഒരു മാസം വീട്ടിൽ പോയി നിൽക്കാൻ പറയണെന്ന് പറയാണ് ഭാര്യയോട്. ഓഹോ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് സച്ചി പറയണം. അങ്ങനെ രേവതി വീട്ടിൽ നിന്ന് പോവാണ്. ഈ സമയം ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ സച്ചിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു രേവതിക്കും. കാരണം അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞായിരുന്നല്ലോ. പോരാത്തന് ഇപ്പൊ സച്ചിയും രേവതിയും തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ് താനും. അപ്പൊ അങ്ങനെ രേവതി പോയി കഴിഞ്ഞാൽ സച്ചിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ചന്ദ്രമതിയോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നീട് ശ്രുതിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ മോളെ കാര്യങ്ങളൊക്കെ അറിയാലോ, അവൾ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരത്തുള്ളൂ. അപ്പൊ അതിനുള്ളിൽ തന്നെ നീ പ്രഗ്നന്റ് ആവണം. ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാല് വരണമെന്ന് പറയാം. ശ്രുതി എല്ലാം സമ്മതിച്ചു. പിന്നീട് കാണിക്കുന്ന വർഷ ഫോൺ ചെയ്യുവാണ് ശ്രീകാന്തിനെ. ഫോൺ വിളിച്ചിട്ടൊന്നും ശ്രീകാന്ത് എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുക, അവള് വിളിക്കുമ്പോ എടുക്കണോ വേണ്ട, എന്തിനാ എടുക്കണേ? കാരണം അവൾ ആ മധുസൂദന്റെ മോള. കാരണം തന്റെ അച്ഛനിട്ട് പണി കൊടുത്ത അയാള്. അപ്പൊ അയാളുടെ മോള. ഒരു കാരണവശാലും ഇനിയിപ്പൊ അവളുമായിട്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ച് നമ്മള് എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന നല്ലതെന്ന് വിചാരിച്ചിട്ട് വർഷ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. വർഷയ്ക്ക് ആ ടെൻഷൻ, എന്തായാലും ഫോൺ എടുക്കാത്തെന്നുള്ള രീതിയില്. പിന്നീട് റെസ്റ്റോറന്റിലെ ലാൻഡ് ഫോൺ നമ്പറിലേക്കൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് അവിടെ എന്തോ കൊടുക്കാമെന്ന് ചോദിക്കണം. അപ്പൊ പെട്ടെന്ന് ശ്രീകാന്ത് അവിടെ ചെന്നിട്ട് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ അയാൾ പറഞ്ഞു, ശ്രീകാന്ത് ഇല്ല, ശ്രീകാന്ത് നേരത്തെ പോയല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ വർഷയ്ക്ക് ഭയങ്കര സങ്കടമായി. ഈ സമയത്ത് ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ വന്നിട്ട്, എന്താടാ എന്ത് പറ്റി, നിന്റെ മോഹം എന്താ വല്ലാതിരിക്കുന്നേ? ഓ, അവള് വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ. ഈ സമയത്ത് ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. എടാ അതിന് അവള് വരട്ടെ, അവള് നിന്നോട് സംസാരിക്കട്ടെ, നിനക്ക് എന്താ കുഴപ്പം? അത് ശരിയാവത്തില്ലടാ, അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അറിയാലോ, അയാളുടെ മോളവള്. ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അവളുമായിട്ട് അടുക്കത്തില്ലായിരുന്നു പറയാം.
ശ്രീകാന്തിന് നല്ല വിഷമമുണ്ട്. വർഷയ്ക്കാണെങ്കിലോ അതിനേക്കാൾ ഉപരി വിഷമമാണ്. കാരണം ഇത്രയും ദിവസം കൂട്ടായിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആർക്കാളുടെ ഒരു വിഷമം വരുമല്ലോ. ഈ സമയം ലക്ഷ്മിയമ്മ രേവതിനെയും കൂട്ടി വീട്ടിലേക്ക് വരുവാണ്. രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ദേവുവിനോടും ശാസ്ത്രിയോടും ഒക്കെ പറഞ്ഞത്, ഇങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല, നന്നായിട്ട് പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം. എന്റെ അവസ്ഥ ആവരുത്, നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെ ഒരു വീട്ടിൽ പോയി നിന്നാലും നമുക്കൊരു ജോലിയുണ്ട്, നമുക്കൊരു വിലയുണ്ടെന്നൊക്കെ പറയാം. ദേവ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ചേച്ചി, അതുകൊണ്ടല്ലേ ഞാൻ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയാം. പിന്നീട് ലക്ഷ്മിയമ്മ രേവതിനെ വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുന്നുണ്ട്. എനിക്ക് സമാധാനമായി മോളെ, കഴിഞ്ഞ ദിവസം നീ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നീ സച്ചി ഒന്നായെന്ന് കേട്ടപ്പോ തന്നെ എനിക്കൊരു ആശ്വാസമായത്. ഇത്രയും ദിവസം എനിക്ക് ആപ്പാ ടെൻഷനായിരുന്നു. ഒരു പക്ഷേങ്കില് നിങ്ങളെ രണ്ടുപേരും കൂടെ അടിച്ച് പിരിയുവോ, ഇടയ്ക്ക് നീ വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർത്ത് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്താ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇനിയിപ്പൊ സച്ചി എന്താണെങ്കിലും നിന്നെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ലെന്ന്. എന്നിട്ടിപ്പോ രേവതി പറഞ്ഞു, പണ്ടത്തെ പോലെ ഒന്നും അല്ലമ്മേ, ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമാന്ന് പറയാ. ഇപ്പൊ എപ്പോഴും എന്നോട് അടുത്ത് വന്ന് നല്ല രീതിയിൽ തന്നെ സംസാരിക്കണമെന്ന് പറയാം. ലക്ഷ്മി പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോ തന്നെ സച്ചിയുടെ പെരുമാറ്റം കണ്ടപ്പോ എനിക്കത് മനസ്സിലായെന്ന് പറയാം. പിന്നീടാണെങ്കിൽ സച്ചി വൈകുന്നേരം വീട്ടിലേക്ക് വരുക. സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിനെ വിളിച്ചോണ്ടാ കയറി വരുന്നത്. രേവതി വീട്ടിൽ പോകുന്നുള്ള കാര്യം പോലും സച്ചി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട്. രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ, അല്ല അവളെന്ത് ചെയ്യ, രേവതി എന്ത് ചെയ്യുന്ന ചോദിക്കണം. അവള് വീട്ടിൽ പോയില്ലേ. അപ്പോഴാണ് സച്ചിക്ക് പെട്ടെന്ന് വീട്ടിൽ പോയെന്നുള്ള ഓർമ്മ വന്നേ. നീ ഒരു കാര്യം ചെയ്യ, അവിടെ ഈ ഫുഡ് എടുത്ത് കഴിക്കാൻ പറയാണ്. സച്ചി എന്ത് ചെയ്യണം, ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് ഡൈനിങ് ടേബിളിൽ നോക്കി കഴിയുമ്പോഴത്തേനും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പുമാവ്. ഈ ഉപ്പുമാവാണോ, ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഒരു ടേസ്റ്റും ഇല്ല. പിന്നീട് സച്ചി തിരികെ വരുന്നതാണ്. ഇപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ നീ എന്താ ഫുഡ് കഴിച്ചില്ലെന്ന് ചോദിക്കും. എന്റെ അച്ഛാ, അതെങ്ങനെ കഴിക്കാനാ, അത് കഴിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം. അതെന്താടാ കഴിച്ചാ കുഴപ്പം. അച്ഛാ അതിനാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. ഓഹോ, അപ്പൊ രേവതി ഉണ്ടാക്കുന്ന നല്ല ഫുഡ് കഴിച്ച് ഇപ്പൊ നിനക്ക് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമില്ല അല്ലേന്ന് ചോദിക്കണം. അതെങ്ങനെയാച്ചാ, ഇത്രയും ദിവസം വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചോണ്ടിരുന്നേ, ഇപ്പോഴാണെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടാൻ രവീന്ദ്രൻ പറഞ്ഞു, അതെ ഇനി കുറച്ച് ദിവസം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുള്ളൂ. എടാ ഇതൊക്കെ അതിന്റെ രീതിക്ക് അങ്ങ് നടന്നു പോട്ടെ, ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒരു മാസത്തെ രേവതി നിന്നിട്ട് ഇങ്ങോട്ട് വരത്തില്ലേന്ന് ചോദിക്കണം. ശരി, അല്ല നീ ഒന്നും കഴിക്കുന്നില്ല, എനിക്ക് വേണ്ടച്ചാ, ഞാൻ എന്തെങ്കിലും പഴം എന്തെങ്കിലും കഴിച്ചിട്ട് കയറി കിടന്നോളാം എന്നും പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ സച്ചി മുറിയിലേക്ക് പോകുന്ന സമയത്താണ് അങ്ങോട്ട് ശ്രുതി വന്നേ. ശ്രുതിനെ കണ്ട് പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു, അല്ലച്ചാ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ. എന്താ, അല്ല ഇവളെന്താ വീട്ടിൽ പാത്തെന്ന് ചോദിക്കണം. ആടിമാസം ആകുമ്പോ രേവതിനെ കൊണ്ടുപോയല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഇവളെയും കൊണ്ടുപോകണ്ടല്ലേന്ന് ചോദിക്കും. എടാ അതിന് അവൾക്ക് ഇവിടെ വീടുണ്ടോ, അവളുടെ വീട് മലേഷ്യയിലല്ലേന്ന് ചോദിക്കൂ. ഓ അങ്ങനെ, എന്നാലും അവൾക്ക് അവളുടെ അമ്മ വീട്ടിൽ പോയിക്കൂടെ. എടാ അതിന് അവൾക്ക് അമ്മയില്ലല്ലോ. സച്ചിക്ക് ഭയങ്കര ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഈ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വന്നേ. അപ്പൊ സുധിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ ചന്ദ്രമതി ചോദിച്ചു, അല്ലമ്മേ ഇവൾക്ക് ഇതൊന്നും ബാധകമല്ലേ നിൽക്കും, എന്ത് ഇവളും ആടിമാസം അല്ലേ, അപ്പൊ ഒരു മാസം മാറി നിൽക്കണ്ടേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ എടാ അവളെ എങ്ങോട്ട് പോകാനെന്ന് ചോദിക്കും. അല്ല ഇതിനു മുമ്പ് അവളെ എവിടെയാ നിന്നെ, അങ്ങോട്ട് അവൾക്ക് പോയി നിന്നാ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. രേവതിക്ക് മാത്രം ഇത് ബാധകത ആകുള്ളൂന്ന് ചോദിക്കാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല, അവൾ ഇവിടെ നിന്നോളൂന്ന് പറഞ്ഞ. ആഹാ അത് കൊള്ളാലോ, എനിക്ക് മാത്രം ആടിമാസം ബാധകം, നിങ്ങൾക്കത് ബാധകം അല്ലല്ലേന്ന് ചോദിക്കാം. അത് സച്ചി നീ നിന്റെ പാട് നോക്കി പോകാൻ നോക്കാൻ ചന്ദ്രഭദ്രനാണ്. അങ്ങനെ അങ്ങോട്ട് പാട് നോക്കിയാൻ പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് ശ്രുതി മുറിയിലേക്ക് കയറി പോകാൻ തുടങ്ങുന്നതിനും പെട്ടെന്ന് സച്ചി അതിന്റെ ഇടയ്ക്കേക്ക് കയറുന്നു. അങ്ങനെ ഇപ്പൊ നീ മുറിയിലേക്ക് പോകണ്ട, അതെ നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ വീട്ടിലേക്ക് പോയാമെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, നിനക്ക് എന്നാ ഒട്ടും ബോധമില്ലേ, അവൾക്ക് ഇവിടെ വീടില്ലെന്ന് അറിയത്തില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വേറെ വേറെ റൂമിൽ കിടന്നാൽ മതി, എന്തിനാ ഒരുമിച്ച് കിടക്കണേ. ഒരുമിച്ച് കിടക്കണില്ല എന്നല്ലേ അച്ഛൻ പറഞ്ഞ. അങ്ങനെ ഒരുമിച്ച് കിടന്ന് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വേനൽക്കാലത്ത് ഉണ്ടാവുള്ളൂ, അത് ഭയങ്കര കഷ്ടതയാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് അതിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. തികട്ടൻ രവീന്ദ്രന്റെ സത്യം പറഞ്ഞ ചിരി വന്നു. പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലോ. ചന്ദ്രമതി ഒന്നും മിണ്ടായിരിക്കടാന്ന് പറയണം. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് രേവതിനെ എന്നെ അകറ്റി നിർത്താല്ലേ, അപ്പൊ ഇവരോട് അങ്ങനെ അല്ലല്ലേ എന്ന് ചോദിക്കണം. അവസാനം ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം, എന്റെ മുറിയിലേക്ക് വാ, അവിടെ ഒന്ന് കിടന്നോളാൻ പറയണേ. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവുമ്മേ, എന്താടാ ശരിയായാല്. അല്ല അത് പിന്നെ ഞാന് അപ്പൊ അച്ഛൻ അവിടെ കിടക്കുന്നേക്കാണ്, അച്ഛന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട, അച്ഛൻ ഈ സെറ്റിയിൽ എവിടെയും കിടന്നോളും, നീ മുറിയിൽ പോയി കിടക്കാൻ നോക്കാൻ പറയണം. ശ്രുതിക്കാണ് വല്ലാത്ത ടെൻഷനായിപ്പോയി. ഈ സച്ചിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. ശ്രുതിനെ വിളിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം സച്ചി രവീന്ദ്രനോട് ചോദിച്ചു, അല്ലച്ചാ ഇത് അമ്മയ്ക്ക് ബാധകമല്ലേന്ന് ചോദിക്കുന്നത്. ഈ ആടി ആന്താടാ നീ അങ്ങനെ ചോദിച്ചേ. എന്റെ അച്ഛാ ഒരു മാസമെങ്കിൽ ഒരു മാസം അമ്മേനെ കൊണ്ട് അമ്മേനെ വീട്ടിൽ വിടുന്നേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു മാസം അച്ഛന് സന്തോഷത്തോടെ ഇവിടെ കഴിയാൻ മേലേന്ന് ചോദിക്കുക. എടാ നീ ഒന്ന് കയറി പൊക്കേടാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിനെ ഓടിക്കണം. അങ്ങനെ സച്ചി മുറിയിലേക്ക് വന്നു.
മുറിയിലേക്ക് വന്നിട്ട് സച്ചിക്ക് ഒരു സമാധാനമില്ല. മുറിയിൽ ഇരുന്നിട്ട് എന്തോ ഒരു അസ്വസ്ഥ. ഇത്രയും ദിവസം രേവതി കൂടെ ഉണ്ടായിരുന്നു. രേവതി ഇല്ലാത്തതിന്റെ ഒരു വിഷമം. കുറെ സമയമൊക്കെ ഫോണിനകത്തൊക്കെ നോക്കിയിരുന്നു. ഒരു രക്ഷയില്ല, ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചു സച്ചി കുറെ സമയമൊക്കെ അവിടെ നിന്നിട്ട് പിന്നീട് നേരെ എന്തിനാ ടെറസിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ടെറസിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെയാണെങ്കിൽ ശ്രീകാന്ത് ഉണ്ടായിരുന്നു. ശ്രീകാന്തിനെ കണ്ടെന്ന് ചോദിച്ചു, എന്താടാ നീ ഇവിടെ ഇരിക്കണേ? ഒന്നുമില്ല. എന്നാ നിനക്ക് എന്താ മുറി കിടന്ന് ഉറങ്ങാളെ നീ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ, വെറുതെ എന്തോ ഒരു സുഖം തോന്നില്ല, അതുകൊണ്ടാന്ന് പറയണേ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതെ എനിക്കും അതൊക്കെ തന്നെയാ. എനിക്ക് മുറി ഇരുന്നിട്ട് ഒരു സുഖം തോന്നില്ല, അതുകൊണ്ടാന്ന് പറയും. അതെന്താ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഏട്ടന് തോന്നാനായിട്ട്? എന്താന്ന് അറിയില്ലടാ. ഓ, രേവതി ചേച്ചി ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അതെ ഇതിനേട്ടാ ഈ സ്നേഹം എന്ന് പറയണേ. ഇപ്പൊ ഒരു കാര്യം ഏട്ടന് മനസ്സിലായോ? ഏട്ടൻ ചേച്ചിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ അങ്ങനെയാണോ? അതല്ലാതെ അതുകൊണ്ടല്ലേ ഇപ്പൊ മുറിയില് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് അതിന് വിഷമമെന്ന് ചോദിക്കുക. സച്ചി പറഞ്ഞു, മുമ്പൊന്നും എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ലടാ. എപ്പോഴേലും വന്ന് കയറി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവൾ അടുത്തില്ലാത്ത വല്ലാത്ത വിഷമമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യ, എടുത്തിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ സച്ചി പറഞ്ഞു, അത് വിളിക്കണം, വിളിച്ചു നോക്കേട്ടാന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കോൾ എടുക്കുമ്പോഴത്തേനാണ് രേവതിയുടെ ഫോൺ കോള് സച്ചിക്ക് വരുന്നേ. സച്ചി പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ, നീ എന്തെടുക്കുവാന്നൊക്കെ ചോദിക്കണം. ഇല്ല ഞാനൊന്നും എടുക്കല്ല. ഇത് കഴിച്ചോന്നൊക്കെ സച്ചിയോട് ചോദിക്കും. കഴിച്ചില്ല. അതെന്താ? എന്റെ പൊന്നെ, ഇവിടെ ഉപ്പുമാവാ, എനിക്കത് കഴിക്കാൻ പോലും പറ്റില്ല. നിനക്കറിയാവുന്ന കാര്യല്ലേ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി 2 പഴവും തിന്നിച്ചിട്ട് വെള്ളവും കുടിച്ചെന്ന് പറയണം. ഓ അല്ല, നീ എന്താ കഴിച്ചേ? ഞാൻ ചോറും മീൻകറിക്കും. ഓ എന്റെ ദൈവമേ, അവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ ആ ചോറും മീൻകറിയെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറുണ്ടായിരുന്നു, കൊതിയാവുമെന്ന് പറയണം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നാളെ എന്നാ ഇങ്ങോട്ട് പോരെ, ഇവിടുന്ന് കഴിക്കാന്ന് പറയണം. ഇങ്ങനെയാണെങ്കിൽ മിക്കാറും ഞാൻ അങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നേന്ന് പറയാം. പിന്നീട് അല്ല ഇപ്പൊ എവിടെയാ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുവാണെന്ന് ചോദിക്കും. എവിടെ ഇറങ്ങാനായിട്ട്? ഉറക്കം വന്നിട്ട് വേണ്ടേ? എന്താ ഉറക്കം വരാത്ത? എന്താന്ന് അറിയില്ല രേവതി, എനിക്ക് മുറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയാം. ഓഹോ അങ്ങനെയാണല്ലേ. എന്നിട്ട് ഇപ്പൊ എവിടെ? ഇത് ഞാനീ ടെറസേ വന്നിരിക്കോ. ഇത് ടെറസേ നല്ല നിലാവൊക്കെ കൊണ്ടിരിക്കുവോന്ന് പറയണം. നിലാവൊക്കെ കൊണ്ടിരിക്കുകയാണോ? ഓഹോ അത് കൊള്ളാലെന്ന് പറയണം. ഒരു കാര്യം ചെയ്യ്, നീ ആ ടെറസിലേക്ക് ഒന്ന് കയറിക്കേ, അവിടെ നിലാവൊക്കെ ഉണ്ടോന്ന് നോക്കാൻ രേവതിയോട് പറയാം. രേവതി പറഞ്ഞു, ഈ സമയത്ത് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കുറച്ചേരം സംസാരിക്കാന്നേ, എനിക്കാണ് ഉറക്കവും വരുന്നില്ലെന്ന് പറയണം. പിന്നെ രേവതി എന്ത് ചെയ്യുകയാണ്? രേവതി പുറത്തേക്ക് ഇറങ്ങി പോവാ. അങ്ങനെ സച്ചിയോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ശ്രീകാന്തിന് ഒരു കാര്യം ഉറപ്പായി. ഇവര് പണ്ടത്തെ പോലെ ഒന്നും അല്ല, നല്ല കട്ട പ്രണയത്തിൽ തന്നെയാ. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇത്ര സ്നേഹത്തോടെ പെരുമാറില്ല. കാരണം ഒരു ദിവസം കാണാതിരുന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് ഇത്രമാത്രം സങ്കടവും വിഷമവും ഉണ്ടെങ്കിൽ അവർ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടായിരിക്കുന്ന ചിന്ത ശ്രീകാന്തിന്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ശ്രീകാന്ത് നേരെ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വർഷ കയറി വരുന്നതുകൊണ്ട് വർഷയെ കണ്ടതും ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണം, തന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ അവള് വരുന്നുണ്ട്, അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇവിടെ ഇല്ലാന്നൊന്ന് പറയണമെന്ന് പറയും. അതിനെന്താ, നീ ഇവിടെ ഉണ്ടല്ലോ. എടാ ഇപ്പൊ ശരിയാകത്തില്ലെന്ന് പറയാ, നീ ഒരു കാര്യം ചെയ്യ, എന്നെ ഒന്ന് രക്ഷിക്കാൻ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, വർഷ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന് കൂട്ടാനും കൂടെ ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ വർഷ ചോദിച്ചു, അല്ല ശ്രീകാന്ത് ഇല്ലേന്ന് ചോദിക്കും. അയ്യോ ശ്രീകാന്ത് ഇല്ലല്ലോ, ശ്രീകാന്ത് പോയല്ലോ എന്ന് പറഞ്ഞു. പോയോ? എന്താന്ന് അറിയത്തില്ല എന്ന് പറയാം. അല്ല ഇങ്ങനെ ഈ സമയത്തൊന്നും പോകാറുള്ളല്ലോ, എന്തോ തിരക്കുണ്ടെന്നൊന്ന് അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞേ, അതുകൊണ്ട് പോയെന്ന് പറയാം. ഈ സമയത്ത് വർഷയ്ക്ക് ചെറിയ സംശയം, ഇനി ഇവിടെ എങ്ങാനും ഉണ്ടോ പറയാൻ പറ്റില്ല. കുറെ ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല, ആകെപ്പാടെ ടെൻഷന്. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഒന്ന് ഫോൺ വിളിക്കാന്ന് ഓർത്തുണ്ട് ഫോൺ വിളിച്ചു നോക്കുവാണ്. ഈ സമയം ശ്രീകാന്ത് അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിനാണെങ്കിൽ അവള് ഫോൺ വിളിക്കുന്നൊരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. അപ്പൊ ശ്രീകാന്തിന്റെ ഫോണാണെങ്കിൽ ആ മാനേജർ ടേബിളിന്റെ അവിടെ ശ്രീകാന്ത് വെച്ചേക്കുമായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടപ്പോ തന്നെ പെട്ടെന്ന് ശ്രീകാന്ത് ഒന്ന് ഞെട്ടി. ദൈവമേ, തന്റെ ഫോൺ ബെല്ലടിക്കുന്നു. വർഷം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മാനേജർ ടേബിളിൽ ഫോൺ ഇരിക്കുന്നു. വർഷം പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. നോക്കിക്കഴിഞ്ഞപ്പോ ശ്രീകാന്തിന്റെ ഫോണാ. പെട്ടെന്ന് കൂട്ടുകാരൻ വന്നിട്ട്, അയ്യോ ഫോൺ അവൻ എടുത്തോണ്ട് പോകാൻ മറന്നു പോയതാന്ന് പറയണ. വർഷം പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതുകൊണ്ട് കൊടുത്തോളാന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീകാന്തിന് ഞെട്ടുണ്ട്. അത് കുഴപ്പമില്ല, ശ്രീകാന്ത് വന്ന് തിരികെ വന്ന് എടുത്തോണ്ട് പോയിക്കോളും, അതൊന്നും കുഴപ്പമില്ലെന്നേ, ഞാൻ അവന്റെ വീട്ടിൽ കൊണ്ട് അവന് ഫോൺ കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീകാന്ത് ഓടി വന്നിട്ട് ചോദിച്ചു, എടാ നീ എന്തിനാ ആ ഫോൺ കൊടുത്തു വിട്ടെ? എടാ ഞാൻ കൊടുത്തു വിട്ടല്ല, അവൾ അത് എടുത്തോണ്ട് പോയതല്ലേന്ന് ചോദിക്കും. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ട ഭഗവാനെ, എനിക്കറിയത്തില്ല. പിന്നീട് ശ്രീകാന്ത് എന്ത് ചെയ്യാണ്, താഴേക്ക് ഇറങ്ങി ഓടി ചെല്ലുവാണ് അവളുടെ നിന്ന് ഫോൺ വാങ്ങിക്കാണ്ട്. ഈ സമയം വർഷ സ്കൂട്ടി എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വർഷ എന്ന് കുറെ തവണ വിളിച്ചെങ്കിലും വർഷ നിൽക്കാൻ പോലും കൂട്ടാക്കില്ല. ശ്രീകാന്തിന് ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പോ തന്റെ ഫോൺ മേടിക്കണമെങ്കിൽ ഇനി അവളുടെ അടുത്ത് ചെന്നേ മതിയാവുള്ളൂ. ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് എത്തുമെന്ന് പോലും അറിയത്തില്ലാതെ ശ്രീകാന്ത് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അത് മാത്രമല്ല
രേവതിയുടെ സച്ചിയുടെ നല്ല കട്ട പ്രണയമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോടെ നിർത്തുന്നു. നന്ദി.